അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖല്ലേ? അപ്പോൾ ഇന്നും പതിവ് പോലെ ഒരു വ്ളോഗുമായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ രാവിലെ മുതൽ ഉച്ച വരെയുള്ള ഫുഡ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോസാണ്. അപ്പോൾ അത് വ്ളോഗാക്കി ഇങ്ങനെ എടുത്തതാണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ ഞാൻ തട്ടുകട സ്റ്റൈലിൽ സാമ്പാർ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ റെസിപ്പി ഫുള്ളായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് ഫുള്ളായിട്ട് കണ്ട് സപ്പോർട്ട് ആക്കൊണ്ട്. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ രാവിലെ ചായ ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ദോശ പാരുന്നുണ്ട്. പിന്നെ ഇന്ന് ദോശയിലേക്ക് പട്ടാണിക്കടലയും ഉരുളൻകിഴങ്ങും കൂടെ വെച്ചിട്ട് പച്ചത്തേങ്ങ അരച്ചിട്ട് ഒരു കറി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. സാധാരണ ഒരു കറി കുറുമായിട്ടൊന്നല്ല ഉണ്ടാക്കിയിട്ടുള്ളത്. അങ്ങനെ കറിയും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഇത് കടുക് പൊട്ടിക്കാനും കൂടെ ഉണ്ട് കേട്ടോ. അങ്ങനെ കറിയും കടിയൊക്കെ ആയതിനു ശേഷം എല്ലാവരും ചായ കുടിക്കുകയാണ്. ഇങ്ങനെ പച്ചത്തേങ്ങ അരച്ചിട്ട് പട്ടാണിക്കടല കറി വെച്ചാൽ വേറെ ടേസ്റ്റാണ് കേട്ടോ. വറുത്തരച്ചിട്ട് കറി വെക്കുകയാണെങ്കിൽ നമ്മൾ മണിക്കടലൊക്കെ വറുത്തരച്ചിട്ട് കറി വെക്കണം. അതിലേക്ക് പച്ചത്തേങ്ങ അരച്ചാൽ കറി ഒരു ടേസ്റ്റ് കിട്ടില്ല. അങ്ങനെ ചായക്കുടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ മീൻ ഞാൻ കവറിൽ നിന്ന് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ. ഇന്ന് വത്തളും കോരയായിട്ടുള്ളത്. മീനിൻ്റെ കളർ കണ്ടാൽ തന്നെ അറിയാം കേട്ടോ. മീനിൻ്റെ 3, 7, 14 കഴിഞ്ഞിട്ടുണ്ട് തോന്നുന്നു. അത്രയും കളർ മാറ്റം വന്നിട്ടുണ്ട്. എന്തായാലും വേണ്ടില്ല, ഇപ്പോൾ കിട്ടുന്ന മീനൊക്കെ അവസ്ഥ അങ്ങനെ തന്നെയാണ്. എന്നും ചിക്കനും ബീഫും ആകുമ്പോഴും ശരിയാവില്ലല്ലോ. ഇടയ്ക്കൊന്ന് മീൻ കൂട്ടാനും പൂതിയാവും. പിന്നെ സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ കയ്യിലുള്ള പച്ചക്കറികളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. മുരിങ്ങക്കായ, വെണ്ടക്ക, വെള്ളരി, തക്കാളി, പച്ചമുളക്, അത്ര സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് മുറിച്ചെടുക്കണം. ഇനി മുരിങ്ങക്കായ ആവശ്യത്തിലേറെ മൂത്തിട്ടുണ്ട്. അതുകൊണ്ട് നല്ല ബലമുണ്ട് കേട്ടോ. എന്നാൽ കുരുവൊന്നും വല്ലാണ്ട് മൂത്തിട്ടില്ല കേട്ടോ. വണ്ണം കണ്ടാൽ നല്ലോണം മൂത്തമാതിരി തോന്നിക്കെങ്കിലും പക്ഷെ ഉള്ളൊന്നും വല്ലാണ്ട് മൂത്ത് പോയിട്ടില്ല. അങ്ങനെ പച്ചക്കറികളൊക്കെ അരിഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചതിന് ശേഷം ഞാൻ കുക്കറിലേക്ക് കുറച്ച് പരിപ്പ് കഴുകിയിട്ടിട്ട് കൊടുക്കുകയാണ് കേട്ടോ. സാമ്പാറാണ് ഉണ്ടാക്കുന്നത് വെച്ചാൽ പരിപ്പും കൂടെ വേണം കേട്ടോ. എന്നാലേ നമുക്ക് ആ സാമ്പാറിൻ്റെ ഒരു യഥാർത്ഥ ലുക്ക് ഇങ്ങോട്ട് കിട്ടുള്ളൂ. അങ്ങനെ ഞാനിത് ആ പരിപ്പിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറച്ച് പച്ചക്കറികളും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വലിയ ഉള്ളി, വെള്ളരി, ഉരുളൻകിഴങ്ങും പച്ചമുളകും വെളുത്തുള്ളിയും കൂടെയാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഞാൻ സാമ്പാർ പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. വേറെ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഒന്നും ഇപ്പോൾ ചേർത്ത് കൊടുക്കണില്ല. സാമ്പാർ പൊടി മാത്രമാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെ ഞാനിത് ആ ഒരു കണക്കൊന്നും നോക്കാണ്ട് നമ്മളെ ഒരു കൈ കണക്ക് ഉണ്ടാവില്ലേ, അതിനനുസരിച്ചിട്ട് ഞാൻ സാമ്പാർ പൊടിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ എടുത്ത പച്ചക്കറി എത്രയാണോ അതിനനുസരിച്ചിട്ട് അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനൊരു അളവൊന്നും നോക്കിയിട്ടില്ല കേട്ടോ. അങ്ങനെ ഇതൊരു 2 വിസിലടിപ്പിക്കണം. കൂടുതലായി പോകരുത്, അപ്പോൾ പച്ചക്കറി വേവ് കൂടുതലായി പോകും കേട്ടോ. പിന്നെ ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് ഒരു ചീനച്ചട്ടിയിലായിട്ട്. അത് ചൂടായതിനു ശേഷം അതിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് പൊട്ടി വരുമ്പോൾ കുറച്ച് പച്ചമല്ലി, വറ്റൽമുളക്, ചെറിയ ജീരകം, വലിയ ജീരകം അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ ജീരകമാണ് കേട്ടോ സാമ്പാറിന് ടേസ്റ്റ് കൂടുതൽ കിട്ടുക. നമ്മൾ വലിയ ജീരകത്തിനെക്കാട്ടിലും ടേസ്റ്റ് കിട്ടുക ചെറിയ ജീരകമാണ്. അപ്പോൾ ചെറിയ ജീരകം ഇട്ട് കൊടുത്തോളുണ്ട്. അങ്ങനെ ഇതൊന്ന് മൂത്ത് വരുന്ന ടൈമിൽ ഇതിലേക്ക് 1/4 കപ്പ് തേങ്ങ ചിരകിയതും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് കുരുമുളകും കൂടെ ചേർത്ത് കൊടുക്കണുണ്ട്. എന്നിട്ട് നല്ലോണം വറുത്തെടുക്കണം. നല്ല ബ്രൗൺ കളറാകുന്ന വരെ വറുത്തെടുക്കണം കേട്ടോ. ഈ പച്ചമണമൊക്കെ പോകണം, തേങ്ങയുടെ പച്ചമണമൊക്കെ പോയി കിട്ടണം. അതുപോലെ മല്ലിയൊക്കെ നല്ലോണം വറുത്ത് കിട്ടുക തന്നെ വേണം കേട്ടോ. പിന്നീട് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് സാമ്പാർ കായത്തിൻ്റെ പൊടിയാണ് കേട്ടോ. കട്ടക്കായം കയ്യിലുള്ളവർക്ക് അത് ചേർത്ത് കൊടുക്കുക. അതാണ് കേട്ടോ ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവുക. എൻ്റെ കയ്യിൽ എപ്പോഴും സാമ്പാർ കായം പൊടിയാണ് ഉണ്ടാവാറ്. ഞാൻ ഈ അച്ചാറിലേക്കൊക്കെ എപ്പോഴും ഈ പൊടി ചേർത്ത് കൊടുക്കാറുണ്ട് കേട്ടോ. മാങ്ങച്ചാറിലേക്കും നാരങ്ങച്ചാറിലേക്കും ഇട്ട് കൊടുക്കാറുണ്ട്. അതുകൊണ്ട് കയ്യിലെപ്പോഴും പൊടി ഉണ്ടാവും. അപ്പോൾ പിന്നെ സാമ്പാർ വെക്കുമ്പോഴും അതിനോട് ചേർത്ത് കൊടുക്കും. പിന്നെ സാമ്പാറിനായിട്ട് കട്ടക്കായം കൊണ്ടൊന്നും വെക്കാറില്ല. അപ്പോൾ കട്ടക്കായം കയ്യിലുള്ളവർ അത് ചേർത്ത് കൊടുക്കുക. പൊടിയാണ് കയ്യിലുള്ളവർ വെച്ചാൽ അതും ചേർത്ത് കൊടുക്കുക കേട്ടോ. എങ്ങനെയായാലും നല്ലോണം വറുത്തെടുക്കണം. ഇതൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലോണം വറുത്തെടുക്കുക തന്നെ വേണം. വറുത്ത തേങ്ങ ഒന്ന് ചൂടാറിയതിന് ശേഷം ഒന്ന് അരച്ചെടുക്കുക കേട്ടോ. നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കുക. അങ്ങനെ അരപ്പൊക്കെ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ പച്ചക്കറിയോട് വെന്ത് കിട്ടിയിട്ട് ഞാൻ തീയൊക്കെ ഓഫാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് ഓപ്പണാക്കി നോക്കുകയാണ് കേട്ടോ. ഇത് കൂടുതൽ വേവരുത് കേട്ടോ. നമുക്ക് ഇതിൽ ഇനിയും പച്ചക്കറികൾ ഇട്ടിട്ട് ഒരു വിസിലും കൂടെ അടുപ്പിക്കളാണ്. അപ്പോൾ അതിനുള്ള വേവ് അനുസരിച്ചിട്ട് വേണം ആദ്യത്തെ പച്ചക്കറികൾ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നമ്മുടെ പാകത്ത് വേവായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബാക്കി പച്ചക്കറികളും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. മുരിങ്ങക്കായ, വെണ്ടക്ക, തക്കാളി ഇത് 3 ടപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഒറ്റ വിസിലടുപ്പിച്ചാൽ മതി. കാരണം പെട്ടെന്ന് തന്നെ വെന്ത് പോകും. തക്കാളിയൊക്കെ സാമ്പാറിൽ അതേപോലെ കിടക്കണം കേട്ടോ. ഉടഞ്ഞു പോകാൻ പാടില്ല. മുരിങ്ങക്കായ, വെണ്ടക്കൊക്കെ അതുപോലെ കിട്ടണം. അപ്പോൾ അതൊന്നും ഉടഞ്ഞു പോകാൻ പാടില്ല.
പിന്നീട് ഞാനിതിലേക്ക് കുറച്ച് പുളി പിഴിയാൻ വേണ്ടിയിട്ട് വാളംപുളി 2-3 എടുത്തിട്ടുണ്ട് കേട്ടോ. അതൊന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതൊന്ന് പിഴിഞ്ഞൊഴിക്കാം കേട്ടോ. പുളി കൂടിയാലും സാമ്പാറിൻ്റെ ടേസ്റ്റ് പോകും, അപ്പോൾ പാകത്തെ പുളി ആയിരിക്കണം. അപ്പോൾ 2 പ്രാവശ്യമായിട്ട് ഞാനത് പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട്. ഇനി ഈ സാമ്പാറിലോട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇതുവരെ ഇതിലേക്ക് ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഈ വെണ്ടയ്ക്കയും മുരിങ്ങക്കായൊക്കെ ഇടുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഉപ്പിടാൻ ശ്രദ്ധിക്കുക. കാരണം ലാസ്റ്റ് ഉപ്പിടുമ്പോൾ ഈ വെണ്ടയ്ക്കയിലും മുരിങ്ങക്കായലൊന്നും ഉപ്പ് പിടിക്കില്ല. പിന്നെ ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്നും കൂടെ തിളപ്പിക്കുമ്പോഴേക്കും അതൊക്കെ വെന്ത് പോവും ചെയ്യും കേട്ടോ, ഉടഞ്ഞു പോവും. അപ്പോൾ ഈ വെണ്ടയ്ക്ക് മുരിങ്ങക്കായൊക്കെ ഇടുന്ന ടൈമിൽ തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കുക. അങ്ങനെ ഞാനിതാ ഒറ്റ വിസിലടിച്ചപ്പോഴേക്കും തീ ഓഫാക്കിയിട്ട് കുക്കർ ഓപ്പൺ ആക്കി നോക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കറക്റ്റ് വേവായിട്ട് കിട്ടിയിട്ടുണ്ട്, ഒന്നും ഉടഞ്ഞു പോയിട്ടൊന്നുമില്ല. ഒറ്റ വിസിലടിപ്പിച്ചാൽ മതി. രണ്ടാമത്തെ വിസിലടിപ്പിക്കുമ്പോഴേക്കും മുരിങ്ങക്കായ വെണ്ടയ്ക്കും വേറിട്ട് പോയിട്ടുണ്ടാവും. പിന്നീട് ഞാനിതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള അരപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഈ ഒരു അരപ്പ് പാരുമ്പോഴേക്കും സാമ്പാറിന് നല്ലൊരു മണമാണ് കേട്ടോ. നമ്മൾ ഹോട്ടലിലൊക്കെ പോയിട്ട് ചോറ് വയ്ക്കുന്ന ടൈമിൽ സാമ്പാർ ഒഴിച്ച് തരില്ല, അപ്പോഴാണ് കിട്ടുന്ന ഒരു സ്മെല്ലാണ് കേട്ടോ ഇതിന്. ഈ ഒരു അരപ്പാണ് ഈ ഒരു കറിക്ക് ടേസ്റ്റ് കൂട്ടുന്നത്. പിന്നെ ഞാനിതാ ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് കുറവുണ്ടായിരുന്നു, അപ്പോൾ കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല തിക്കായിട്ടുള്ള സാമ്പാറിനെക്കാട്ടിലും ടേസ്റ്റ് ഉണ്ടാവുക ഒന്നിങ്ങനെ കഷ്ണങ്ങളൊക്കെ വേറിട്ട് കിട്ടുന്ന രൂപത്തിലുള്ള കറിയാണ് കേട്ടോ. ഒന്ന് ലൂസായിട്ടുള്ള കറിയാണ്. എന്നാൽ പറ്റനെ അങ്ങനെ ഒരു ലൂസായി പോകരുത്, കറക്റ്റ് ലൂസായി കിട്ടും വേണം, നല്ലോണം കട്ടി കൂടും ചെയ്യരുത്. അങ്ങനെ കറിക്ക് വെട്ടി തിളച്ചതിന് ശേഷം ഒന്ന് ഫ്ലെയിം ഓഫാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് വറവിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ചൂടായിട്ട് ഉലുവ പൊട്ടിച്ചിട്ടുണ്ട്. എന്നിട്ട് കടുകും കൂടെ പൊട്ടിക്കാം കേട്ടോ. ഇതിലോട്ട് ഞാൻ കുറച്ച് വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് ചെറിയ ഉള്ളിയും കൂടെ കുറച്ച് കനത്തിലൊന്ന് മുറിച്ചിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊന്ന് വാടി വരുന്ന ടൈമിൽ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കണുണ്ട്. നല്ലോണം ഒന്ന് മുപ്പിച്ചെടുത്തിട്ട് കറിയിലോട്ട് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ തട്ടുകട സ്റ്റൈലിലുള്ള സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ സാമ്പാർ ഇതുവരെ ഉണ്ടാക്കിയിട്ട് റെഡി ആവാത്തവരുണ്ടെങ്കിൽ ഇതുപോലൊന്നും ഉണ്ടാക്കി നോക്കുകൊണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള സാമ്പാർ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ ചോറൂറ്റാണ്. വേവുള്ള അരി ആയതുകൊണ്ട് കുറച്ച് ടൈം കൊടുത്തിട്ടോ ചോറ് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചോറ് വെന്തിട്ടുള്ള അടുപ്പത്ത് തന്നെ മീൻ പൊരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സാമ്പാറാകുമ്പോൾ ഉണക്കൽ മീൻ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. സാമ്പാറും ഉണക്കൽ മീനും പപ്പടും നല്ല ടേസ്റ്റാണല്ലോ. അപ്പോൾ ഇന്നെങ്ങനെയാലും പപ്പടം പൊരിക്കാൻ കയ്യിലില്ല, അപ്പോൾ പിന്നെ ഉണക്കൽ പൊരിച്ചെടുക്കുന്നുണ്ട്. ഉണക്കൽ മാന്തളാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ അതിൻ്റെ വെള്ളത്തിലിട്ട് വെച്ചിട്ട് തൊലിയൊക്കെ കളഞ്ഞിട്ടുണ്ട്. പിന്നെ തല മുറിച്ച് കളഞ്ഞിക്കണ്. അങ്ങനെ കഴുകി വൃത്തിയാക്കിയിട്ട് അതിൽ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ടാണ് കേട്ടോ ഞാൻ ഉണക്കൽ പൊരിച്ചെടുക്കാറ്. അങ്ങനെ ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്, ഒരു എരിവൊക്കെ കിട്ടും മീനിന്. മസാലയൊന്നും ചേർക്കാണ്ട് പൊരിക്കണേക്കാട്ടിലും ഇഷ്ടം എനിക്കിതുപോലെ മസാല ചേർത്ത് പൊരിക്കണതാണ്. അങ്ങനെ ഉണക്കൽ മീനൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. കറുമുറേനെ കഴിക്കാനാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടം. പിന്നെ വത്തളും കൂടെ പൊരിക്കാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ മുളകത്ത് അടിച്ചു വരുന്നുണ്ട്. അടിക്കലും തുടക്കലൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ അങ്ങനെ കഴിഞ്ഞ് പോകുന്നുണ്ട്. അപ്പോൾ അതൊന്നും അങ്ങനെ വീഡിയോ എടുത്ത് കാണിക്കണില്ല. എല്ലാ വ്ളോഗിലും ഉണ്ടാവാറുള്ളത് തന്നെയാണ് തുടക്കണ ഭാഗവും അടിക്കണ ഭാഗങ്ങളൊക്കെ. അപ്പോൾ എന്നും ഇതിങ്ങനെ കാണിച്ച് ബോറടിപ്പിക്കണ്ടല്ലോ വിചാരിച്ചിട്ട് കാണിക്കണില്ല കേട്ടോ. പിന്നെ സാമ്പാർ ഉമ്മാക്ക് വലിയ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഉമ്മാക്ക് കുറച്ച് മീൻ കറി ഉണ്ടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഉമ്മാക്ക് വല്ലാണ്ട് അങ്ങോട്ട് ഇഷ്ടമുള്ള സാമ്പാർ, അതുകൊണ്ടാണ് മീൻ കറി ഉണ്ടാക്കിയെടുക്കുന്നത്. ഉമ്മാക്ക് മാത്രമായിട്ട് കുറച്ച് വത്തലിട്ടിട്ടുള്ള മീൻ കറി ഉണ്ടാക്കുക കേട്ടോ. അങ്ങനെ അതിൻ്റെ ഇടയിൽ വത്തളും നല്ല ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇന്ന് ഉപ്പേരിക്കുള്ളത് പയറിൻ്റെ ഇല കേട്ടോ. പയറിൻ്റെ ഇല അരിഞ്ഞിട്ട് തേങ്ങയൊക്കെ ചതക്കി എടുത്തിട്ട് ഉണ്ടാക്കി കൊടുക്കുമല്ലോ, അതാണ് കേട്ടോ ഒന്ന് ഉണ്ടാക്കണത്. അപ്പോൾ ഈ പയറിൻ്റെ ഇല ഉപ്പേരി വെക്കണതൊന്നും വീഡിയോ കാണിക്കണില്ല കേട്ടോ. നമ്മൾ ചീരയൊക്കെ തേങ്ങ ചതക്കി എടുക്കണ മാതിരി അങ്ങനെ ചതച്ചെടുത്തിട്ട് ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വ്ളോഗും റെസിപ്പിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണേ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യാനും അതുപോലെ വീഡിയോക്ക് ഒരു ലൈക്കൊക്കെ തന്നിട്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെ ചെയ്യണേ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.